Newton-Raphson method. Newton-Raphson method is yet another method to find the roots of transcendental equations. Let x0 be an approximate root of the equation f of x equal to 0. Let x0 be approximate root of equation f of x equal to 0. If x1 equal to x0 plus h be the exact root, if x1 equal to x0 plus h be the exact root, then നമ്മൾ പറയുന്നത് x0 f of x equal to 0യുടെ approximate റൂട്ടും x1 equal to x0 plus h be the exact root. അപ്പോൾ നമുക്കറിയാം x if alpha of x is root of f of x equal to f of x എങ്കിൽ എന്താണ് നമ്മൾ ആ റൂട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 0 ആയിട്ട് വരും. അതായത് x ആക്സിസിനെ ഏത് ഇതിലാണോ കട്ട് ചെയ്യുന്നത് അതാണ് അതിന്റെ റൂട്ട്. അപ്പോൾ if x1 equal to x0 plus h be the exact root, x1 f of x ന്റെ റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? f of x1 equal to 0. That value of x for which f of x equal to 0 അതാണ് റൂട്ട്. അപ്പം x0 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് റൂട്ടും x1 equal to x0 plus h എക്സാക്ട് റൂട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം f of x1 equal to 0. Now expanding f of x0 plus h by Taylor series. മാത്സിൽ നിങ്ങൾ ടൈലർ സീരീസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുവാണ് for f of x0 plus h എന്ത് വരും? f of x0 plus hf dash x0 plus x square by 2 factorial into f double dash x square x0 plus etc equal to 0. ഇങ്ങനെ വരും. Now h is small. h വളരെ ചെറുതായതുകൊണ്ട് we can neglect higher powers. Neglecting x square and higher powers. ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് എങ്ങനെ വരുന്നു ഫോർമുല എന്ന് അറിയാൻ വേണ്ടി ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ x0 plus h ലെ h എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് x സ്ക്വയറും ഹയർ പവേഴ്സും എല്ലാം നെഗറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരും? f of x0 plus h into f dash x0 equal to 0 ഇങ്ങനെ കിട്ടും. or h equal to f of x0 by f dash x0. h equal to minus f of x0 by f dash x0 എന്ന് കിട്ടും. അപ്പോൾ a closer approximation to root is given by എന്താണ്? x1 is equal to x0 minus f of x0 by f dash x0. നമ്മൾ പറഞ്ഞു x1 equal to x0 plus h. h ന്റെ സ്ഥാനത്ത് minus f of x0 by f dash x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? x1 equal to x0 minus f of x0 by f dash x0. ഇനി ഈ നമുക്ക് ഇത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാം, കുറച്ചും കൂടെ ബെറ്റർ അപ്രോക്സിമേഷൻ ആക്കാം. എങ്ങനെ? x2 വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ x1 വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ അപ്രോക്സിമേഷനിലോട്ട് പോകുമ്പോൾ x2 എങ്ങനെ വരും? x1 minus f of x1 by f dash x1. അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ എന്ത് പറയാം? ജനറൽ നമുക്ക് എന്ത് പറയാം? xn is equal to xn minus 1 minus f of xn minus 1
divided by f dash of x n minus 1. xn or ഇങ്ങനെ എഴുതാം xn plus 1 is equal to xn minus രണ്ട് രീതിയിലും എഴുതാം xn plus 1 അങ്ങനെ എഴുതാനായിരിക്കും നല്ലത്. xn plus 1 is equal to xn minus f of xn by f dash xn. ഇതാണ് ന്യൂട്ടൺ റാഫ്സൺ ഫോർമുല. xn plus 1 is equal to xn minus f of xn by f dash xn. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക. എന്ത് ചെയ്യും, നമ്മൾ ആദ്യം റൂട്ട് കിടക്കുന്ന റേഞ്ച് കണ്ടുപിടിക്കണം. ആ റേഞ്ച് കണ്ടുപിടിച്ചിട്ട് ഏത് വാല്യൂലാണോ എഫ് ഓഫ് എക്സ് സീറോയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അതിനെ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആക്കി എക്സ് നോട്ട് എന്ന് എടുത്തിട്ട് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ ഫോർമുല വെച്ച് ഐറ്ററേറ്റ് ചെയ്ത് സക്സസീവ് ഐറ്ററേഷനിൽ നെഗ്ലിജിബിൾ ഡിഫറൻസ് ഉള്ള വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എല്ലാം ഈ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന എല്ലാം ഐറ്ററേറ്റീവ് മെത്തേഡാണ്. ഓരോ മെത്തേഡ് അനുസരിച്ച് അതിന്റെ ഫോർമുലയിൽ വ്യത്യാസം വരുന്നു എന്ന് മാത്രം. അപ്പൊ ഇത് ഗ്രാഫിക്കലി പറയുവാണെങ്കിൽ y x origin ഇവിടെ റൂട്ട് ആൽഫ a x naught comma f of x naught ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇതാണ് y equal to f of x. ഇതാണ് കർവ്. ടാൻജന്റ് വന്ന് മീറ്റ് ചെയ്യുന്നു. ഇത് x1 ഇവിടെ a1 then x2 ഇത് a2 A എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ടു എക്സ് നോട്ട്. A എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ടു എക്സ് നോട്ട്. നമ്മൾ അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇറ്റ് മീറ്റ്സ് ദി എക്സ് ആക്സിസ് അറ്റ് പോയിന്റ് x1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവിലെ പോയിന്റ് a1. ഗ്രാഫ് ഒന്നും നിങ്ങൾ വരയ്ക്കേണ്ട, ഫോർമുല എഴുതാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കാം. ദിസ് ഈസ് ഹൗ യു ഡു ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഇതും ന്യൂട്ടൺസ് ഐറ്ററേഷൻ ഫോർമുല or Newton-Raphson formula എന്ന് വിളിക്കും. And the formula is xn plus 1 is equal to xn minus f of xn by f dash xn. Let us do a problem. Find the positive root of x raised to 4 minus x equal to 10. Correct to 3 decimal places using Newton-Raphson method. Find the positive root of x raised to 4 minus x equal to 10. Correct to 3 decimal places using Newton-Raphson method. Let f of x is equal to x raised to 4 minus x minus 10. ഇനി നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം റൂട്ടിന്റെ. f of 1 എത്ര വരും? 1 minus 1 minus 10, that is minus 10. f of 2 is equal to 16 minus 2 minus 10, that is 4. So f of 1 negative, f of 2 positive, therefore root lies between 1 and 2. Root lies between 1 and 2. പക്ഷേ f of 2 4 ഉം f of 1 minus 10 ഉം ആയതുകൊണ്ട് നമുക്ക് 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റൂട്ട് ലൈസ് ബിറ്റ്വീൻ 1 and 2. ഓക്കെ, പക്ഷേ ഇവിടെ f of 2 ആണ് ക്ലോസർ ടു 0, അതുകൊണ്ട് നമ്മൾ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി ന്യൂട്ടൺ റാഫ്സൺ ഫോർമുലയിൽ f dash x എന്നൊരു ടേം ഉണ്ട്. അപ്പോൾ f dash x കൂടെ കണ്ടുപിടിക്കുക. 4x raised to 3 minus 1. 4x cube minus 1 ആണ് f dash of x. അതും കൂടെ കണ്ടുപിടിച്ച് വെച്ചു. f dash of x എന്താണെന്ന് എഴുതി. Now
ഫോർമുല എഴുതുന്നു. ന്യൂട്ടൺ റാഫ്സൺ ഫോർമുല എങ്ങനെ എഴുതും? xn plus 1 is equal to xn minus f of xn divided by f dash xn. xn plus 1 is equal to xn minus f of xn by f dash xn. ഇനി ഫസ്റ്റ് n equal to 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്രോക്സിമേഷൻ വരും. n ന് 0 കൊടുക്കുമ്പോൾ we'll get the first approximation, that is x1 is equal to x0 minus f of x0 by f dash x0. That is നമ്മളിവിടെ x0 equal to 2 എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So 2 minus f of 2 by f dash 2. ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത്? നമ്മൾ റൂട്ട് കിടക്കുന്ന റേഞ്ച് കണ്ടുപിടിച്ചു. റൂട്ട് കിടക്കുന്ന റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എഫ് ഓഫ് 1 കണ്ടുപിടിച്ചു, എഫ് ഓഫ് 2 കണ്ടുപിടിച്ചു. എഫ് ഓഫ് 1 ഉം എഫ് ഓഫ് 2 നോക്കുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡ്. എഫ് ഓഫ് 1 നെഗറ്റീവും എഫ് ഓഫ് 2 പോസിറ്റീവും. Therefore we can say that the root f of x equal to 0 lies between 1 and 2. ഇതിൽ എഫ് ഓഫ് 2 വാല്യൂ ആണ് ക്ലോസർ ടു 0. അതുകൊണ്ട് നമ്മൾ x0 2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. Then f dash x കൂടെ എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതി. Now we are writing general Newton-Raphson formula. First approximation is when n equal to 0. Substitute ചെയ്യാം. That is 2 minus 4 by 31 which is 1.871. ഇനി n equal to 1 അപ്പോൾ second approximation n equal to 1 കൊടുക്കുമ്പോൾ സെക്കൻഡ് അപ്രോക്സിമേഷൻ നമുക്ക് കറക്റ്റ് 3 ഡെസിമൽ പ്ലേസ് ആണ് വേണ്ടത്. എന്തായാലും ഒന്നുകൂടെ ചെയ്തേ പറ്റൂ. x2 is equal to x1 minus f of x1 by f dash x1 which is equal to 1.871 minus f of 1.871 divided by f dash of 1.871. ഇത്രയും എഴുതിയാൽ മതിയാവും. ഇതിന്റെ വാല്യൂ നിങ്ങൾ എഴുതണമെന്നില്ല. എഴുതിയാലും കുഴപ്പമില്ല, ചിത്രം നിങ്ങൾ എഴുതിയിരിക്കുക. 1.871 minus 0.3835 divided by 25.199. Calculate ചെയ്യുമ്പോൾ you will get x2 as 1.8558. കൺവേഴ്സ് ആയിട്ടില്ല, അപ്പോൾ ഒരു ഇക്വേഷനും കൂടെ വേണം. n equal to 2. Third approximation n equal to 2. Third approximation x3 is equal to x2 minus f of x2 divided by f dash x2. That is 1.8558 minus f of 1.8558 divided by f dash of 1.8558. 1.8558 minus 5.2922 into 10 raised to minus 3 divided by 24.5654. 5654. That is 1.8556. 1.8556. അപ്പോൾ ഇത് റൗണ്ട് ചെയ്താൽ 1.856 ഉം ഇത് റൗണ്ട് ചെയ്താലും 1.856. അപ്പോൾ നമുക്ക് എഴുതാം the desired root is 1.856 correct to 3 decimal places. The desired root is 1.856 correct to 3 decimal places. നമ്മുടെ ഐട്രേഷൻ മെത്തേഡ് ചെയ്ത പോലെ സെയിം അപ്രോച്ച് ആണ്, ഫോർമുലയിൽ ഒരു ഡിഫറൻസേ ഉള്ളൂ.
let us do one more question. Find by Newton's method the real root of the equation 3x is equal to cos x plus 1 correct to 4 decimal places. Find by Newton's method the real root of the equation 3x equal to cos x plus 1 correct to 4 decimal places. So let f of x equal to 3x minus cos x minus 1. 3x equal to cos x plus 1 എന്നാണ് തന്നിരുന്നത്. അപ്പോൾ f of x equal to 3x minus cos x minus 1. ഇവിടെ x നെ റേഡിയൻസിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ f of 0 will be -2 and f of 1 will be 1 എന്ന് പറയുന്നത് 1 റേഡിയൻ ആണ്. 1.4597. 1.4597. Therefore നമുക്ക് പറയാം f of 0 negative, f of 1 positive. Root lies between 0 and 1. ഇനി ന്യൂട്ടൺസ് ഫോർമുല ഉപയോഗിക്കുന്നതുകൊണ്ട് f dash x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 3 plus sin x. 3x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 minus cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ sin minus sin x വരും. minus cos x ആകുമ്പോൾ plus sin x ആവും. minus 1 ന് 0. So f dash x is 3 plus sin x. ഇനി ഫോർമുല എന്താ? ന്യൂട്ടൺ റാഫ്സൺ ഫോർമുല, ജനറൽ ഫോർമുല ഒരു തവണ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. xn plus 1 is equal to xn minus f of xn divided by f dash xn. ജനറൽ ഫോർമുല എഴുതി. Now x0 equal to 1. ഇതാണ് closer to 0. f of 1 ആണ് closer to 0. So we are starting with x0 equal to 1. x1 equal to x0 minus f of x0 divided by f dash x0, that is 1 minus f of 1 by f dash 1. One minus 1.4597 divided by 3.84147. 3.84147, which is equal to 0.62002. ഈ വാല്യൂ എഴുതിയില്ലെങ്കിലും എഴുതി വെച്ചിരുന്ന ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റില്ല. ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് f of 1 ഉം f dash 1 ഉം എഴുതുവാണെങ്കിൽ കാൽക്കുലേഷനിൽ മിസ്റ്റേക്സ് വരാതെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ എന്തായാലും എഴുതിയിരിക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കണം. 0.62002. ഇനി x2 is equal to, അടുത്തത് x2 കണ്ടുപിടിക്കണം. x2 is equal to x1 minus f of x1 by f dash x1, that is 0.62002 minus f of 0.62002 divided by f dash of 0.62002. Calculate and you will get 0.60712. 0.60712. Again x3 is equal to x2 minus f of x2 by f dash x2. എത്ര വരും? 0.60712 minus f of 0.60712 divided by f dash of 0.60712. 0.607. അപ്പോൾ നോക്കി ഇതും 0.6071 4 ഡെസിമൽ ആക്കുമ്പോൾ ഇതും 0.6071. therefore desired root is 0.6071 correct to 4
ഡെസിമൽ പ്ലേസസ്. മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. റൂട്ട് കിടക്കുന്ന റേഞ്ച് കണ്ടുപിടിക്കുക. ആ റേഞ്ച് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഏത് റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഏത് ബൗണ്ടറി വാല്യൂവിന്റെ ബൗണ്ടറി വാല്യൂവിലാണ് ഫംഗ്ഷൻ വാല്യൂ ക്ലോസർ ടു 0 എന്ന് നോക്കണം. അതായത് റൂട്ട് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എ ആണോ എഫ് ഓഫ് ബി ആണോ ക്ലോസർ ടു 0 എന്ന് നോക്കാം. അതിനെ x0 ആക്കി എടുത്ത് വെച്ചിട്ട് ന്യൂട്ടൺ റാഫ്സൺ ഫോർമുല ഉപയോഗിച്ച് ഐട്രേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ആക്യുറസിയിൽ റിസൾട്ട് കിട്ടുന്നത് വരെ ഐട്രേഷൻ തുടർന്നുകൊണ്ടിരിക്കുക. സോ ദിസ് ഈസ് ഹൗ യു ഡു ന്യൂട്ടൺ do solution of transcendental equation using Newton Raphson method. Formula എന്തായിരുന്നു? xn plus 1 is equal to xn minus f of xn by f dash xn. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് ഒരു തവണ ജനറൽ ഫോർമുല എഴുതി കാണിക്കണം. എന്നിട്ട് വേണം പിന്നെ ഓരോ ഇതിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് ചെയ്യാൻ.